CJP പ്രക്ഷോഭം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. BNS 192-356-2 കേരള പോലീസ് ആക്ട് 120 വകുപ്പാണ് ചുമത്തിയത്. BJP നേതാവ് നവ്യ ഹരിദാസൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതായി ഈ FIR-ൽ പറയുന്നു. അതേസമയം ഈ ഒരു സംഭവത്തിൽ പിന്നീട് സൈബർ ആക്രമണം രൂക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ ജാൻമണി ക്ഷമ ചോദിച്ച് രംഗത്തെത്തിയിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ അന്തരിച്ച മാതാപിതാക്കൾക്കുമെതിരെ അതീവ അധിക്ഷേപകരവും വ്യാജവുമായ പരാമർശങ്ങൾ നടത്തിയ സംഭവത്തിൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ബിഗ് ബോസ് മുൻ താരവുമായ ജാൻമണിക്കെതിരെ BJPയും മഹിളാ മോർച്ചയും നിയമ നടപടികളിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നിരുന്നു. ജാൻമണിക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP പോലീസിൽ കഴിഞ്ഞ ദിവസം പരാതി നൽകുകയും ചെയ്തു. സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിച്ച് പരാതി കൈമാറുകയായിരുന്നു. കൂടാതെ സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും മഹിളാ മോർച്ച ഇന്ന് പരാതി നൽകിയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ഒരു വീഡിയോയിലാണ് പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ ജാൻമണി വ്യക്തിപരമായി അവഹേളിച്ചത്. പ്രധാനമന്ത്രിയുടെ പിതാവായ പരേതനായ ദാമോദർ ദാസ് മുൽചന്ദ് മോദിയെക്കുറിച്ചും മാതാവ് ഹീരാബെൻ മോദിയെക്കുറിച്ചും പൂർണ്ണമായും വസ്തുതാവിരുദ്ധവും നീചവുമായ കാര്യങ്ങളാണ് വീഡിയോയിൽ ഇവർ ഉന്നയിച്ചത്. വിവാദമായ വസ്തുതാവിരുദ്ധ പരാമർശം ഇങ്ങനെയായിരുന്നു: 1947-ലാണ് മോദിയുടെ അച്ഛൻ മരിച്ചത്. എന്നാൽ നരേന്ദ്രമോദി ജനിച്ചത് 1950-ലും. ആദ്യം അവന്റെ അച്ഛനെ കണ്ടുപിടിക്കട്ടെ. 3 വർഷം അമ്മയ്ക്ക് പ്രഗ്നൻസി ഉണ്ടാകില്ലല്ലോ എന്നിങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ പ്രചരിച്ച ജാൻമണിയുടെ വിവാദമായ വാക്കുകൾ. എന്നാൽ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ജാൻമണി പ്രചരിപ്പിച്ചത്. ക്യാൻസർ ബാധയെ തുടർന്ന് 1989-ൽ തന്റെ 74-ാം വയസ്സിലാണ് നരേന്ദ്രമോദിയുടെ പിതാവ് ദാമോദർ ദാസ് മുൽചന്ദ് മോദി അന്തരിച്ചത്. പ്രധാനമന്ത്രിയുടെ മാതാവ് ഹീരാബെൻ മോദി 2022-ലാണ് അന്തരിച്ചത്. വസ്തുതകൾ ഇതായിരിക്കെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ പരേതരായ മാതാപിതാക്കളെ ചേർത്ത് അതീവ നികൃഷ്ടമായ ഭാഷയിൽ നടത്തിയ അധിക്ഷേപം ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയായിരുന്നു. സംഭവം വലിയ വിവാദമാവുകയും സൈബർ സെല്ലിൽ പരാതികൾ ഉയരുകയും ഭീഷണി സന്ദേശങ്ങൾ വന്നു തുടങ്ങുകയും ചെയ്തതോടെ ജാൻമണി ഇൻസ്റ്റാഗ്രാമിൽ പരസ്യമായി മാപ്പപേക്ഷിച്ച് രംഗത്ത് വരികയായിരുന്നു. രാവിലെ മുതൽ ഭീഷണി സന്ദേശങ്ങൾ വന്നപ്പോഴാണ് സുഹൃത്തുക്കൾ വിളിച്ച് കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞതെന്നും തുടർന്ന് വീഡിയോകൾ നീക്കം ചെയ്യിച്ചതായും ജാൻമണി പറഞ്ഞു. തന്റെ കയ്യിൽ നിന്നും തെറ്റ് പറ്റിയിട്ടുണ്ടെന്നും ഗൂഗിളിൽ തിരഞ്ഞപ്പോഴാണ് വിവരങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതെന്നും തമാശയായി കണ്ട് ക്ഷമിക്കണമെന്നുമാണ് ഇവർ നൽകിയ വിശദീകരണം. അതേസമയം ജാൻമണിയുടെ മാപ്പപേക്ഷ BJP തള്ളിക്കളയുകയായിരുന്നു. വെറുമൊരു മാപ്പ് പറച്ചിൽ കൊണ്ട് വിഷയം അവസാനിപ്പിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി BJP രംഗത്ത് വരികയായിരുന്നു.